നമസ്കാരം. അനന്തരം എം സ്വരാജ് കൊന്നവനെ തേടിയിറങ്ങി. 2021 ഓഗസ്റ്റ് 29 സ്വരാജ് ഇട്ട ഒരു FB പോസ്റ്റ് തുടങ്ങുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. എന്നാൽ ഇങ്ങനെ അല്ലതാനും. അനന്തരം അവർ സ്റ്റാലിനെ തേടിയിറങ്ങി എന്നാണ്. ദക്ഷിണ ഉക്രൈനിലെ ഒഡേസയിൽ കുഴിമാടങ്ങളിൽ ആയിരക്കണക്കിന് അസ്ഥികൂടങ്ങൾ കണ്ടപ്പോൾ ആ മനുഷ്യജീവനുകളെ കൊന്ന കുറ്റം സ്റ്റാലിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും മാധ്യമങ്ങളും ശ്രമിക്കുന്നു എന്നായിരുന്നു സ്വരാജിൻ്റെ അന്നത്തെ ആരോപണം. വളരെ നീണ്ട ഒരു കുറിപ്പായിരുന്നു അത്. അതിൽ സ്റ്റാലിനെ മഹത്വവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമവും സ്വരാജ് നടത്തുന്നുണ്ട്. എന്തുമാകട്ടെ, എന്തിനും ഏതിനും ചാടിക്കയറി പ്രതികരിക്കുന്നവർ മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് വായിച്ചപ്പോഴാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. തീർച്ചയായും നിങ്ങളിത് അവസാനം വരെ കാണണം. കൊയിലാണ്ടിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാഥൻ കൊല ചെയ്യപ്പെടുന്നത് ഫെബ്രുവരി 22 രാത്രി 10 മണിക്കാണ്. വാർത്ത പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എം സ്വരാജിൻ്റെ FB പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അമ്പലപ്പറമ്പിൽ വർഗീയ കത്തിക്കിരയായ സഖാവിന് ആദരാഞ്ജലി എന്നായിരുന്നു കുറിപ്പ്. കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അഭിലാഷാണ് കൊന്നത് എന്ന് മനസ്സിലായപ്പോൾ സ്വരാജ് പോസ്റ്റ് മുക്കി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത കാര്യമാണിത്. പക്ഷേ തമാശ അതല്ല. സത്യാനന്തര കാലത്തെ സാമൂഹ്യ ഇടപെടലുകളിലെ സത്യത്തെയും വ്യാജനയും കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ് എം സ്വരാജ്. വ്യാജവാർത്തകൾ ചമയ്ക്കുന്ന സത്യാനന്തര കാലഘട്ടത്തിൽ രൂപപ്പെടേണ്ട മാർക്സിയൻ പരിസരത്തെക്കുറിച്ച് സ്വരാജ് എടുക്കുന്ന ക്ലാസുകൾ കേട്ട് സഖാക്കന്മാർ ഒരാഴ്ച വരെ കോരിത്തെരിച്ചിരിക്കാറുണ്ട്. ഈ സത്യാനന്തരം എന്താണെന്ന് എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു പക്ഷേ സംശയമുണ്ടാകും. പറഞ്ഞുതരാം. സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാപനത്തിന് ശേഷം സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവിൻ്റെ വിനിമയത്തെയും വാർത്തയുടെ ആധികാരികതയെയും കുറിച്ച് പറയുന്ന ഒരു വാക്കാണിത്. ഇറ്റേണൽ ട്രൂത്ത് അല്ലെങ്കിൽ യഥാർത്ഥ സത്യം എന്നൊരു വാക്ക് ഉണ്ടായിരുന്നു നമുക്ക് പണ്ട്. ഇന്ന് വാർത്തകളിലെ സത്യമെന്ത്, ഫേക്ക് വാർത്ത ഏത് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും സമൂഹത്തിന് കഴിയുന്നില്ല. ഈ കാലഘട്ടത്തിലെ സത്യവും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് എല്ലാം സത്യമാണ്. റിയൽ ഏത്, ഫേക്ക് ഏത് എന്ന് സാധാരണ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കാലത്തെ വിളിക്കുന്ന പേരാണ് സത്യാനന്തര യുഗം അഥവാ പോസ്റ്റ് ട്രൂത്ത്. ഈ കാലത്തെക്കുറിച്ചാണ് എം സ്വരാജ് കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും അധികം ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. ഈ സത്യാനന്തരൻ തന്നെ ഇപ്പോൾ ഒരേ സമയം ഇരയും വേട്ടക്കാരനുമായി മാറി. സത്യാനന്തര കാലഘട്ടത്തിൻ്റെ വക്താവായി എം സ്വരാജ് മാറി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി സുഖമുള്ള വാക്ക്. അതുകൊണ്ടാണ് ഒരു ഫോൺ കോളിൽ അന്വേഷിച്ചു കണ്ടെത്താമായിരുന്ന യാഥാർത്ഥ്യത്തെ കേൾക്കാതെ അമ്പലപ്പറമ്പിൽ വർഗീയ കത്തിക്കിരയായ സഖാവിന് ആദരാഞ്ജലിയിട്ട് സ്വരാജ് പോസ്റ്റിട്ടത്. എൻ്റെ ചോദ്യം ഇതാണ്: സ്വരാജ്, താങ്കൾ ഈ തറ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മാറിയത് എങ്ങനെയാണ്? വളരെ നിഷ്കളങ്കമായ ഒരു കുറിപ്പായിരുന്നില്ല താങ്കളുടേത്. കക്കുംതോറും മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ രക്ഷപ്പെടുത്താൻ തൽക്കാലം ഒരു വർഗീയ കലാപം വേണമെന്ന് സ്വരാജ് നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അതിലെന്താണ് തെറ്റ്? TP ചന്ദ്രശേഖരനെ അരിഞ്ഞു തള്ളിയപ്പോൾ മാഷ അള്ള സ്റ്റിക്കറും മുസ്ലിം പള്ളിയും ഒക്കെ ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ PV സത്യനാഥിൻ്റെ കൊലപാതകത്തിൽ അമ്പലവും പരിസരവും ചിത്രത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു കലാപത്തിനുള്ള ആഹ്വാനമായിരുന്നില്ലേ? നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കാൻ ശ്രമിച്ച വർഗീയ പരിസരം കണ്ടാൽ ഈ കൊലപാതകത്തിൽ സ്വരാജ് അടക്കമുള്ള സഖാക്കന്മാർ, നേതാക്കന്മാർക്ക് മനസ്സറിവുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ തെറ്റുപറയാനാകുമോ? PV സത്യനാഥൻ മറ്റൊരു TPO എന്ന ചോദ്യവും ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിച്ച വർഗീയ പ്രചരണം ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന സഖാക്കളുടെ ഒരു സെറ്റപ്പ് വെച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൊന്നു. അതിന് കൃത്യമായ കാരണവും ഉണ്ടാകും. സത്യാനന്തര കാലഘട്ടത്തിൽ നടന്ന ഈ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെങ്കിൽ ആ പങ്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ എം സ്വരാജ് എന്ന സത്യാനന്തരൻ ശ്രമിക്കുമെന്ന് കരുതട്ടെ. ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കൊന്നു തീർക്കുന്ന CPM ആണ് സഖാവെ, മനുഷ്യവംശത്തിന് തന്നെ യഥാർത്ഥ ഭീഷണി.